കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിരന്തരം ഇടം പിടിച്ചുകൊണ്ടിരുന്ന ഹണി റോസ് വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. വിഷയം പഴയത് തന്നെയാണ്. ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരായി വീണ്ടും പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. ആദ്യം താൻ കൊടുത്ത പരാതി സ്വീകരിക്കേണ്ടതില്ലെന്നും രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കേണ്ടതില്ലെന്നും പോലീസ് തീരുമാനിച്ചത് ഹണി റോസിന് വല്ലാത്തൊരു നാണക്കേടായി മാറിയിരുന്നു. അതേക്കുറിച്ച് രാഹുൽ ഈശ്വർ തുറന്നു പറഞ്ഞത് തന്നെ കുടുക്കുവാൻ വേണ്ടി ഹണി കള്ളക്കേസ് കെട്ടിച്ചമച്ചതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ കോടതി ശിക്ഷിക്കുകയാണെങ്കിൽ ജയിലിൽ പോകുവാൻ താൻ തയ്യാറാണ്, തന്റെ കേസ് താൻ തന്നെ വാദിക്കുവാനാണ് താൻ താല്പര്യപ്പെടുന്നത്, ഒരു കാരണവശാലും പിൻപോട്ട് മാറില്ല എന്നായിരുന്നു. എന്നാൽ ആ കേസ് പോലീസ് പരിഗണിക്കാതെ വിട്ടുകളഞ്ഞതോടുകൂടി ആ വിഷയം അവിടെ അവസാനിച്ചു എന്ന് എല്ലാവരും കരുതിയതാണ്. എന്നാൽ ഇപ്പോൾ ചില ദിവസങ്ങളായിട്ട് പുരുഷ കമ്മീഷൻ രൂപീകരിക്കുവാൻ വേണ്ടി രാഹുൽ ഈശ്വർ ഊർജിതമായ ശ്രമങ്ങൾ നടത്തി വരികയും അത് ഏറെക്കുറെ ഫലം കാണുകയും ചെയ്തു. ഇതിനോടുള്ള ബന്ധത്തിൽ രാഹുൽ ഈശ്വർ വിളിച്ചു ചേർത്ത പത്രസമ്മേളനങ്ങളിലൊക്കെ സമൂഹത്തിൽ പുരുഷന്മാർ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങളും അവർക്കെതിരെ കെട്ടിച്ചമയ്ക്കുന്ന കള്ളക്കേസുകളും ആ കേസുകളിൽ പലരുടെയും ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതും ഒക്കെ താൻ പരാമർശിക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഹണി റോസിനെതിരെ പലപ്പോഴും താൻ സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വീണ്ടും ഹണിയെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് അവഗണിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തി കുറച്ചുകൂടി കട്ടിയായിട്ടുള്ളൊരു നീക്കം ഹണി റോസ് നടത്തിയിരിക്കുകയാണ് രാഹുൽ ഈശ്വറിനെതിരായിട്ട്. ഹണി റോസ് കൊടുത്തിരിക്കുന്ന കേസിനെ കുറിച്ചുള്ള വാർത്ത നമുക്കൊന്ന് കേൾക്കാം. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന നടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസ്. BNS 79, IT ആക്ട് 67 എന്നീ വകുപ്പുകൾ ചുമത്തി എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. നടിയുടെ ആദ്യ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരുന്നില്ല. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, എന്തായിരുന്നു ഈ നടിയുടെ പരാതി? ഇപ്പൊ തന്നെ ഈ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ജാമ്യം ലഭിക്കാവുന്നതാണോ? അനീഷ, സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് കാട്ടിയാണ് നടി ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ സമാന സ്വഭാവമുള്ള ഒരു പരാതി രാഹുൽ ഈശ്വർ തനിക്കെതിരെ മോശ പരാമർശങ്ങൾ നടത്തുന്നെന്ന് ചൂണ്ടിക്കാട്ടി, സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ചൂണ്ടിക്കാട്ടി നടി നൽകിയിരുന്നു. പക്ഷെ അന്ന് കേസെടുക്കേണ്ടെന്നായിരുന്നു പോലീസിന്റെ തീരുമാനം. ഈ രാഹുൽ ഈശ്വറിന്റെ പരാമർശങ്ങൾ നിലനിൽക്കുക, അല്ലെങ്കിൽ ഈ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന തരത്തിൽ കേസെടുത്താൽ നിലനിൽക്കുന്നതല്ല എന്ന് പോലീസ് തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും രാഹുൽ ഈശ്വർ ഈ ലൈംഗിക അതിക്രമ കേസിലെ പ്രതിക്കൊപ്പം കൂട്ടുചേർന്ന്, അല്ലെങ്കിൽ പ്രതിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് തനിക്കെതിരെ പല പരാമർശങ്ങളും നടത്തുന്നു. ഒപ്പം തന്നെ ഈ പുരുഷ കമ്മീഷൻ പോലും അല്ല പുരുഷ സംഘടനകൾ രൂപീകരിച്ച് തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ, അല്ലെങ്കിൽ തന്നെ അവമാനിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതടക്കം ചൂണ്ടിക്കാട്ടിയാണ് നടി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 2 വകുപ്പുകളാണ് പ്രധാനമായും ചുമത്തിയിട്ടുള്ളത്. BNS 79 ഒപ്പം IT ആക്ട് 67 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ BNS 79 ബെയിലബിൾ ആണ്, ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ്. പക്ഷേ IT ആക്ട് 67 ജാമ്യം ഇല്ലാത്ത വകുപ്പാണ്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനും പോലീസിന് സാധിക്കും. ഏതായാലും നേരത്തെ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും ഇപ്പോൾ വീണ്ടും നടി നൽകിയ പരാതിയിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് അല്പസമയം മുമ്പ് കേസെടുത്തിരിക്കുകയാണ്. അനീഷ, ഇതാണ് ഹണി റോസിന് പകയടങ്ങുന്നില്ല. മാത്രവുമല്ല, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കാര്യമായിട്ട് താൻ അവഹേളിക്കപ്പെട്ടു എന്നുള്ള ഒരു അപമാന ഭാരവും തനിക്ക് നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം കരുതുവാൻ. വാസ്തവത്തിൽ ഇതൊരു കാമ്പും കഴമ്പുമുള്ള വിഷയമല്ല എന്ന് കോടതി പോലും ഇതേ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് ഹണി റോസിന് ഈ വിഷയം വിട്ടുകളയാമായിരുന്നു. എന്നാൽ ഹണിയുടെ ഓരോ വാക്കുകൾക്കും ഹണി റോസിന്റെ വസ്ത്രധാരണത്തിനുമെല്ലാം നിർലോഭമായ പിന്തുണ പ്രഖ്യാപിച്ച മാധ്യമങ്ങൾ തുടർന്നും തനിക്കൊപ്പം നിലനിൽക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ കടന്നാക്രമണവുമായി വീണ്ടും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്നാൽ ഹണി റോസിന്റെ നടപടിയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയുമായിട്ട് ഇപ്പോൾ രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിട്ടുണ്ട്. ഹണി റോസിനെതിരായിട്ട് 10 കോടി രൂപയുടെ മാനനഷ്ട കേസാണ് രാഹുൽ ഈശ്വർ ഫയൽ ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ഹണി റോസിനെ ഞെട്ടിച്ചുകൊണ്ട് അതിശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ക്രിമിനൽ ഡിഫോർമേഷൻ കംപ്ലൈന്റ് ആണ് രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരായി ചുമത്തിയിരിക്കുന്നത്. ഹണി റോസ് വീണ്ടും എനിക്കെതിരെ പരാതി നൽകി. അതായത് പോലീസ് കഴമ്പില്ലെന്ന് കണ്ട്, പോലീസ് ഇതിൽ ഇയാൾക്കെതിരെ കേസിടാൻ പറ്റില്ല, കോടതി വഴി പോകാൻ കണ്ട്, നിങ്ങളെല്ലാം മാധ്യമങ്ങളിൽ കണ്ടു കാണും. കോടതി വഴി പോകണമെന്ന് പറഞ്ഞ കേസ് പോലീസ് ഇന്നലെ വീണ്ടും കേസെടുത്തു. കേസെടുത്തിരിക്കുന്നത് ഈവ് ടീസിംഗ് അടക്കമുള്ള വകുപ്പുകൾ ഇൻവോക്ക് ചെയ്യുന്നുണ്ട്. BNSന്റെ 76ഉം IT ആക്ടിൻ്റെ 67ഉം ഒക്കെ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ്. ഞാൻ ചാനൽ ചർച്ചയിൽ ഇരുന്ന് ചർച്ച ചെയ്തത് എങ്ങനെയാണ് ഈ IT ആക്ടിൻ്റെ 67 വകുപ്പിൽ വരുന്നത്, ഇതെങ്ങനെയാണ് BNSന്റെ 76 വകുപ്പിൽ വരുന്നത്. നമ്മുടെ നാട്ടിലെ നിയമം നമ്മുടെ കൺമുന്നിൽ മിസ്യൂസ് ചെയ്യപ്പെടുകയല്ലേ. നമ്മുടെ കൺമുന്നിൽ കൺവെട്ടത്ത് വകുപ്പുകൾ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ്, അതായത് 4 ദിവസം മുമ്പാണ് ഹൈക്കോടതി എൻ്റെ കേസ് തീർപ്പാക്കുകയും രാഹുൽ ഈശ്വറിനെ ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ചെയ്യണമെങ്കിലോ കോഴ്സീവ് ആക്ഷൻ എടുക്കണമെങ്കിലോ 2 ആഴ്ച നോട്ടീസ് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ PV കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ ബെഞ്ച് 3-4 ദിവസം മുമ്പുള്ള വിധിന്യായം നടന്നിരിക്കുകയാണ്. പോലീസ് ഇന്നലെ വീണ്ടും കേസെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്?
കാര്യം ഈ നാട്ടിൽ അങ്ങനെ പുരുഷനെതിരെ കേസെടുക്കുന്നതാണ് പുരോഗമനം. പുരുഷനെ അങ്ങനെ കേസിൽ കൊടുക്കുന്നത് എന്തോ വലിയ കാര്യം ചെയ്യലാണ്. പുരുഷനെതിരെ വ്യാജ പരാതി വന്നാൽ അത് പെൺകുട്ടി എന്ത് ചെയ്താലും പ്രശ്നമില്ല, ആ വ്യാജ പരാതി നിലനിൽക്കും എന്നുള്ളൊരവസ്ഥ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഞാനായതുകൊണ്ട് ഫൈറ്റ് ചെയ്യും, സംശയമൊന്നുമില്ല. ഈ പത്രസമ്മേളനത്തിൽ പറയാം, അതായത് ഇതിൽ എഴുതാത്ത ഒരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ അഡ്വക്കേറ്റിനോട് സംസാരിച്ച് എൻ്റെ ഹണി റോസിൻ്റെ പരാതിയോടുള്ള പ്രതികരണം, അതായത് ഹണി റോസിനോട് വളരെ ബഹുമാനത്തോടെ മാത്രമേ ഞാൻ ഡീൽ ചെയ്തിട്ടുള്ളൂ, ബഹുമാന പുരസരം മാത്രമേ വിമർശനം നടത്തിയിട്ടുള്ളൂ. അവർ എനിക്ക് നേരെ പരാതി കൊടുത്താലും ഇല്ലെങ്കിലും അവർക്കെതിരെയുള്ള വിമർശനം കൂടുകയോ കുറയുകയോ ചെയ്തില്ല. കാര്യം ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുക്കുന്നത് കൊണ്ടല്ലല്ലോ ഞാൻ ഹണി റോസിനെ വിമർശിക്കുന്നത്. പക്ഷേ ഹണി റോസിൻ്റെ ഈ പരാതി കൊടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, അതായത് ഈ വ്യാജ പരാതിയുടെ ഒരു ഇരയാണ് ഞാനും. അതുകൊണ്ട് ഹണി റോസും എന്താണ് കേസ് നടത്താൻ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞിരിക്കണം. ഹണി റോസിനെതിരെ മാനനഷ്ടത്തിന് അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ, എറണാകുളത്തെ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് വഴി, ഇന്ന് അവർക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും. അവർ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളായ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കും. അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലയിൻറ്റ് പോലീസിലും അതോടൊപ്പം കോടതിയിലും കൊടുക്കും. ഹണി റോസും അറിയണം എന്താണ് അപ്പുറത്തൊരു കേസ് വരുന്നതിൻ്റെ കാര്യമെന്ന്. ഈസി ആയിട്ട് അങ്ങനെ ഏതെങ്കിലും ആണിന് നേരെ വ്യാജ പരാതി കൊടുത്തിട്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്നൊരവസ്ഥ ഈ നാട്ടിൽ ഇനി ഉണ്ടാവരുത്. അതിന് എന്നെ തന്നെ ഉദാഹരണമാക്കി. കാര്യം എനിക്കെതിരെ ആ വ്യാജ കേസാണെന്ന് ഒരുപക്ഷെ എല്ലാ മാധ്യമങ്ങളും, എന്നോട് പൂർണ്ണമായി വിയോജിക്കുന്ന മാധ്യമങ്ങൾ പോലും ഹണി റോസിനെ അങ്ങനെ വിമർശിക്കുന്നതിൽ കേസ് എടുക്കണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ എല്ലാ കേസും സെറ്റിൽ ചെയ്ത് മറ്റേ ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വീണ്ടും കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ആ കേസിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു. ഞങ്ങൾ മെൻസ് കമ്മീഷൻ്റെ ക്യാമ്പയിനുമായി മുമ്പോട്ട് പോയി. ഞാനടക്കം 3-4 ദിവസം മുമ്പ് വീഡിയോ ഒക്കെ ചെയ്ത് ഹണി റോസിന് നല്ലത് വരട്ടെ, ബോബി ചെമ്മണ്ണൂറിന് നല്ലത് വരട്ടെ, രണ്ടുപേരുടെ ലൈഫിൽ പുതിയ ചാപ്റ്ററാണെന്നൊക്കെ പറഞ്ഞ് പോയി. ആ എപ്പിസോഡേ തീർന്നു. ഇന്നലെ ആരെങ്കിലും പ്രകോപിപ്പിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം, ഇന്നലെ വൈകിട്ട് രാഹുൽ ഈശ്വർ പറഞ്ഞതല്ല, ഹണി റോസ് ഇങ്ങോട്ട് വന്ന് വീണ്ടും കേസ് കൊടുത്തിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? പ്രതിയുടെ പക്ഷം ചേർന്ന് എന്നെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പ്രമുഖ മാധ്യമങ്ങളിൽ കണ്ടത്. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഞങ്ങൾ ആണുങ്ങളോടൊരു കരുണ വേണ്ടി. അങ്ങനെ ഈ വ്യാജ പരാതിയാണ് നിങ്ങൾക്ക് കേട്ടറിയില്ലേ? ഒരിക്കൽ പരാതി കൊടുത്തു പോലീസ് പറ്റില്ലെന്ന് പറഞ്ഞല്ലേ, പോലീസ് ഇന്നലെ വീണ്ടും കേസെടുത്തു. ഇനി എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കുന്നതെന്ന് അറിയാമോ? അവർക്കതാണ് സേഫ്. അതായത് അവർക്ക് ഇനിയും പരാതി കൊടുത്തിട്ട് എടുക്കാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്കതാണ് സേഫ്. എനിക്കെതിരെ വനിതാ കമ്മീഷൻ കേസെടുക്കാൻ പറയുന്നു, യുവജന കമ്മീഷൻ കേസെടുക്കാൻ പറയുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, രാഹുൽ ഈശ്വർ അല്ല, ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒബിറ്റർ ഡിക്റ്റി ആയിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞത്, യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ, പക്ഷേ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ഹൈക്കോടതിയുടെ വാക്കുകളാണ്, എൻ്റെ അല്ല. നിങ്ങൾ ആണുങ്ങളുടെ കോസ് ചാമ്പ്യൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഹൈക്കോടതിയുടെ എക്സാക്ട് വാക്കുകളാണ്. പക്ഷേ അങ്ങനെ എല്ലാവരുടെയും നിങ്ങൾ അത് പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ടും അത് സ്വീകരിക്കുന്നു. ഹൈക്കോടതിയുടെ ഉപദേശവും നിർദ്ദേശവുമാണ്. പക്ഷേ ഇന്നലെ വീണ്ടും എനിക്കെതിരെ അങ്ങനെ വ്യാജ പരാതി വന്നതിൽ ഹണി റോസ് എന്താണ് ആ കേസ് എങ്ങനെ നടത്തണമെന്ന് ഹണി റോസും തീർച്ചയായും ഇനി അറിയണം. വീട്ടിൻ്റെ സൗകര്യത്തിൽ അവരുടെ മൂഡിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വികാരം വരുന്നതിനനുസരിച്ച് അവരുടെ തോന്നലിനനുസരിച്ച് ആർക്കെങ്കിലും എതിരെ പരാതി കൊടുത്താൽ അതങ്ങ് ഈസിയായി പോകാം എന്ന കരുതൽ ഹണി റോസിന് വേണ്ട. അതുകൊണ്ട് ഈ കേസിൻ്റെ അറ്റം വരെ പോവുകയും ചെയ്യും. ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലയിൻറ്റ്, എനിക്കത് പറയാൻ റൈറ്റും ഉണ്ട്. കാര്യം ഹണി റോസിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിൽ രാഹുൽ ഈശ്വർ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതെൻ്റെ മാനനഷ്ടം, ഡിഫമേഷൻ ഉള്ള കാര്യമാണ്. ആ ക്രിമിനൽ ഡിഫമേഷൻ്റെ ഭാഗമായി ഹണി റോസിനെതിരെ കേസ് കൊടുക്കും. ഞാൻ തന്നെ അഡ്വക്കേറ്റാണ്, ഞാൻ തന്നെ. സത്യത്തിൽ രാഹുൽ ഈശ്വറിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചിറങ്ങിത്തിരിച്ച ഹണി റോസിന് പൊതുജന വികാരം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്ന് തന്നെ വേണം പറയുവാൻ. അല്ലെങ്കിൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന നിലപാടിലേക്ക് താൻ എത്തിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് പ്രശ്നം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കത്തിക്കയറിയ സമയത്ത് അവിടെ വന്ന കമന്റുകളിൽ 99% കമന്റുകളും ഹണി റോസിന്റെ വസ്ത്രധാരണ രീതികൾക്കെതിരെയുള്ളത് തന്നെയായിരുന്നു. ഹണി റോസ് മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് രാഹുൽ ഈശ്വർ തുറന്നടിച്ചപ്പോൾ എല്ലാ മാധ്യമങ്ങളും രാഹുൽ ഈശ്വറിനെതിരെ ഒരുമിച്ച് പടനയിക്കുകയായിരുന്നു. മാന്യമായ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മാനദണ്ഡം എന്താണ്? ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രത്തിന് എത്രത്തോളം ഇറുക്കമുണ്ടാകണം, എത്രത്തോളം ഇറക്കമുണ്ടാകണം, എവിടെയെല്ലാം വെട്ടിത്തയ്ച്ചിരിക്കണം, ഏതെല്ലാം ഭാഗങ്ങൾ അടച്ചു വെക്കണം, എവിടെയൊക്കെ തുറന്നു വെക്കണം, ഇതിനെക്കുറിച്ചുള്ള മാനദണ്ഡങ്ങളൊക്കെ രാഹുൽ ഈശ്വറിന് നിർവചിക്കുവാൻ കഴിയുമോ? ഇതൊക്കെ ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഒരുമിച്ച് കടന്നാക്രമിക്കുകയായിരുന്നു. ഇത് ഒരു പരിഷ്കൃത സമൂഹമാണ്. 70കളിലെയും 80കളിലെയും അമ്മാവന്മാരുടെ മനോഭാവവുമായിട്ട് ഈ കാലഘട്ടത്തിലെ ജനങ്ങളെ കൂട്ടിക്കെട്ടുവാൻ ശ്രമിക്കരുത്. പുരോഗമന ചിന്താധാരയിൽ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന്റെ നടുവിൽ രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ കൊടുക്കുന്ന സന്ദേശം പിന്തിരിപ്പൻ സന്ദേശമാണ്. അത് പ്രബുദ്ധ കേരളത്തിന് അപമാനകരമാണ് എന്ന രീതിയിൽ എല്ലാ വാർത്താ മാധ്യമങ്ങളും ഒരുമിച്ച് രാഹുൽ ഈശ്വറിനെതിരായി തിരിഞ്ഞു. എന്നാൽ ഈ ചാനലുകളെയും ചാനലിലെ വാർത്താ അവതാരകരെയും ഒക്കെ വളഞ്ഞിട്ടാക്രമിച്ചുകൊണ്ട് രാഹുൽ ഈശ്വറിനെ കേരള ജനത തോളിലേറ്റി നിർത്തുന്ന കാഴ്ചയാണ് തുടർന്ന് നമ്മൾ കണ്ടത്.
70കളിലെയും 80കളിലെയും ജനങ്ങളുടെ മനോഭാവത്തോട് പുതിയ തലമുറയെ ചേർത്ത് ബന്ധിപ്പിക്കുവാൻ ശ്രമിക്കരുത് എന്ന് ആവർത്തിച്ചു വിളിച്ചു പറയുവാൻ ശ്രമിച്ചവർക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഹണി റോസിനും വാർത്താ ചാനലുകൾക്കും എതിരായി പ്രതികരിച്ചത്. എന്നുവെച്ചാൽ നമുക്കൊരു സംസ്കാരമുണ്ടെന്നും നമുക്കൊരു കൾച്ചർ ഉണ്ടെന്നും അത് മാന്യതയുടേതാണെന്നും അതിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്നത് അത് ഹണി റോസ് എന്നല്ല ആരാണെങ്കിൽ പോലും അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയില്ല എന്ന രീതിയിൽ തന്നെ ജനങ്ങൾ ഒരുമിച്ച് പ്രതികരിച്ചു. ജനങ്ങളുടെ ഈ കൂട്ടമായ പ്രതിഷേധത്തിന് ഹണി റോസ് പറഞ്ഞ മറുപടി ഇതെല്ലാം പെയ്ഡ് കമന്റുകളാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ PR വർക്കേഴ്സ് ആണ് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ വന്ന് ഇങ്ങനെയുള്ള കമന്റുകൾ എഴുതി കൂട്ടുന്നത്. ആ കമന്റ് എഴുതുവാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരാണ് അവർ പുറം ലോകത്ത് നടക്കുന്ന കാഴ്ചകളൊന്നും കാണുന്നില്ല. എന്നാൽ കേരളത്തിലെ 90% ആൾക്കാരും എനിക്കൊപ്പമാണ്. അവരെന്നെ സ്നേഹിക്കുന്നവരാണ്. അവരുടെ സ്നേഹം ഞാൻ നന്നായി അനുഭവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ വസ്ത്രധാരണവും ശരി തന്നെയാണ്. ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഈ പ്രഖ്യാപനവുമായി നിന്ന ഹണി റോസിനെ ഇപ്പോൾ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. അതായത് പുരുഷ കമ്മീഷൻ എന്ന ഒരാശയവുമായിട്ട് അദ്ദേഹം മുൻപോട്ടിറങ്ങി തിരിച്ചിരിക്കുന്നു. ഇത് ഹണി റോസിനെ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ പല പ്രമുഖരെയും അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എങ്കിലും ശ്രീ രാഹുൽ ഈശ്വറിന്റെ തീരുമാനങ്ങളോടും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തോടും രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത കേരളത്തിലെ ജനങ്ങൾ ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത്. ഇപ്പോൾ ഹണി റോസിന്റെ പരാതിക്കെതിരായിട്ട് ക്രിമിനൽ കേസ് ഫയൽ ചെയ്തുകൊണ്ടാണ് കോടതി എന്താണെന്നും കോടതി വരാന്തയിൽ കയറി ഇറങ്ങി പണ്ടാരമടങ്ങി പോകുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ എന്താണെന്നും ഹണി റോസ് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരടി പിൻപിലേക്കില്ല, മുൻപോട്ട് തന്നെയാണ് നേരിടുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹണി റോസിനെതിരായിട്ട് കേസുമായിട്ട് രാഹുൽ ഈശ്വറും മുൻപോട്ട് നീങ്ങുകയാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ രാഹുൽ ഈശ്വർ കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള പല ഫേക്ക് കേസുകളും അതോടുള്ള ബന്ധത്തിൽ കോടതിയെടുത്ത നടപടികളും ഇരയാക്കപ്പെട്ട പല പുരുഷന്മാർക്കും ലഭിച്ച കടുത്ത നീതി നിഷേധവും ജയിൽവാസവും തുടർന്ന് ആ കേസുകൾ ഫേക്കായിരുന്നു എന്ന് തെളിഞ്ഞ ശേഷം കോടതി സ്വീകരിച്ച നടപടികളും ഒക്കെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇതെല്ലാം നിരത്തിക്കൊണ്ട് രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ ഉദ്ദേശശുദ്ധിയെ വ്യക്തമായി ചോദ്യം ചെയ്യുകയും തനിക്കെതിരെ കള്ളക്കേസ് തന്നെയാണ് ഹണി റോസ് കെട്ടിച്ചമച്ചിരിക്കുന്നത് എന്ന് ഊന്നി പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ക്രിമിനൽ കേസൊക്കെ രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരായി ചുമത്തുമ്പോൾ ഉറപ്പായിട്ടും പ്രിയപ്പെട്ട താരം ഒന്ന് നടുങ്ങിയിട്ടുണ്ടാവും. ഇനി കുറച്ചുനാൾ കോടതിയുടെ വരാന്തയിലെ സുഖം എന്താണെന്ന് ഹണി റോസും അനുഭവിച്ചറിയട്ടെ എന്നാണ് രാഹുൽ ഈശ്വറിന്റെ തീരുമാനം. നമുക്ക് കണ്ടറിയാം കാര്യങ്ങൾ എന്തായി തീരുമെന്ന്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.